2025 ഏറ്റവും വലിയ രാഷ്ട്രീയ നാടകമായിരുന്നു ട്രംപ് ഇലോൺ മസ്ക് തമ്മിലുള്ള അടി. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എഫിഷ്യൻസി തുടങ്ങിയതിന് ശേഷം മസ്കിൻ്റെ $150 ബില്യൺ മസ്കിനെ നഷ്ടപ്പെട്ടത്. ടെസ്ലയുടെ ഷെയർസ് കുത്തനെ ഇടിയാൻ തുടങ്ങി. അതിനോടൊപ്പം തന്നെ ലോകവ്യാപകമായിട്ട് ടെസ്ല കാറുകൾ കത്തിക്കുന്ന നിലയിലേക്ക് പോകാൻ തുടങ്ങി. അതിനുശേഷം വരുന്ന അവരുടെ ആക്ടിങ് തുടങ്ങിയത്. സിനിമയല്ല, അതുപോലൊക്കെ തന്നെ വെബ് സീരീസ്. ഇവർ തമ്മിലുള്ള വഴക്ക് നടക്കുന്ന സമയത്തും ഒരുപാട് ടെസ്ലേഴ്സ് ഗവൺമെൻറ് ഏജൻസീസിന് വേണ്ടി ട്രംപ് വാങ്ങിക്കുന്നുണ്ടായിരുന്നു. റിപ്പബ്ലിക്കൻ പാർട്ടിയെ അപ്പോഴും ഇലോൺ മസ്ക് തന്നെയാണ് ഫണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഏറെക്കുറെ മണ്ടന്മാരായെന്ന് വേണമെങ്കിൽ പറയാം. കാര്യം ഇപ്പോൾ തിരിച്ചു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സെപ്റ്റംബറിൽ ടെസ്ലയുടെ ഷെയറിന് ഏറ്റവും ഹയസ്റ്റ് 30% ഇൻക്രീസാണ് ടെസ്ലയുടെ ഷെയർസിന് സംഭവിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, ട്രംപ് ആണ് ആദ്യത്തെ $1 ട്രില്യൺ ആസ്തിയുള്ളൊരു മനുഷ്യനായിട്ട് മാറാൻ പോകുന്നത്. അപ്പം നമ്മൾ പലപ്പോഴും യാഥാർത്ഥ്യം എന്ന് പറഞ്ഞ് മീഡിയസിലൊക്കെ കാണുന്ന പലതും യാഥാർത്ഥ്യങ്ങളല്ലായിരിക്കും, അത് വെറും മായയായിരിക്കും.